നമസ്കാരം. തമിഴ്നാട്ടിലെ കരൂരിൽ ഇന്നലെ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് TVK അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയിനെ ഉടൻ അറസ്റ്റ് ചെയ്യില്ല എന്ന് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ ഏകദേശ ധാരണയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. വിജയനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് DMK നേതൃത്വവും വിശ്വസിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൽക്കാലത്തേക്ക് വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. കോടതി ഉത്തരവിനായിട്ടാണ് DMK നേതൃത്വവും സർക്കാരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. നാളെ കോടതി ചേരുമ്പോൾ മദ്രാസ് കോടതി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കുകയും വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുകയാണെങ്കിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് രാഷ്ട്രീയപരമായ ഒരുപക്ഷെ വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കമെന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് DGP വെങ്കട്ടരാമൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ TVK നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10,000 പേർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് പോലീസിനെ പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നത് എങ്കിലും 27,000-ലധികം പേർ എത്തി എന്നാണ് ഇപ്പോൾ DGP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല DGP പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയിൻ്റെ പരിപാടിക്കായി സമയം നിശ്ചയിച്ചിരുന്നത് വൈകുന്നേരം 3 മണി മുതൽ 10 മണി വരെയാണ് എന്നായിരുന്നു. സർക്കാരിന്, അതായത് പോലീസിന് പാർട്ടി നേതൃത്വം എഴുതി കൊടുത്ത അപേക്ഷ അനുസരിച്ച് വൈകുന്നേരം 3-നും 10-നും ഇടയിലാണ് യോഗം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ വിജയൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകളെല്ലാം തന്നെ വിജയ് ഉച്ചയ്ക്കെത്തും എന്നുള്ള അറിയിപ്പാണ് നൽകിയിരുന്നത് എന്നും ഇത് വിശ്വസിച്ചുകൊണ്ടാണ് നിരവധി പേർ അവിടേക്ക് തിങ്ങിക്കൂടിയത് എന്നുമാണ് ഇപ്പോൾ DGP പറയുന്നത്. ഏതായാലും മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വെറും 500 പോലീസുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടി വരും. നേരത്തെ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ വിജയ് നടത്തിയ ഇത്തരം യാത്രകളിലും അതിൽ ജാഥകളിലുമൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടം എത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വിജയിൻ്റെ പാർട്ടിയായ TVK ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അവർ പറയുന്നത് ഈ തങ്ങളുടെ പരിപാടികൾക്ക് വേദി അനുവദിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിവേചനം കാട്ടുന്നു എന്നായിരുന്നു. അതായത് DMKയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തങ്ങളെ രാഷ്ട്രീയപരമായി നേരിടുകയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഒരു ഹർജി സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ച കോടതിയാകട്ടെ ഈ പൊതുപ്രവർത്തകരിൽ നിന്ന് പൊതുമുതൽ നഷ്ടമാകുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം ചടങ്ങുകൾ നടക്കുകയാണെങ്കിൽ അവർ മുൻകൂർ കോഷൻ ഡിപ്പോസിറ്റ് വാങ്ങാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ച TVKയ്ക്ക് തന്നെ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി ഇത് മാറിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഈ നടൻ വിജയ് ഇപ്പോഴും പരസ്യപ്രതികരണം നടക്കാത്തതും അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്നതുമൊക്കെ തന്നെ രൂക്ഷമായ വിമർശനമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം സുരക്ഷിതനായി രക്ഷപ്പെട്ടത് എന്നും പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം പോലും മാധ്യമങ്ങളെ കാണാനോ ഇത് സംബന്ധിച്ച് വിശദീകരിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ വന്നൊരു പോസ്റ്റ് മാത്രമാണ് വിജയവുമായി ബന്ധപ്പെട്ട് ആകെ പുറത്ത് വന്നിട്ടുള്ള ഒരേ ഒരു പ്രതികരണം. പക്ഷേ അത് മതിയായ രീതിയിലുള്ള സ്ഥിരം ശൈലിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഉന്നയിക്കുന്നത്. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കോൺഗ്രസും BJPയും DMKയും എല്ലാം തന്നെ ഇപ്പോൾ വിജയിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വാർത്ത. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിലേക്ക് എത്തുകയാണ്. പക്ഷേ DMK സർക്കാരിനെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയപരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ കോടതി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ കോടതി ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.